സാഹിത്യരംഗം. പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ കവി ONV കുറുപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് PS പ്രദീപ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. മാനവികത തിരയടിക്കുന്ന കാവ്യസാഗരം. മലയാളി മനസ്സിന്റെ സ്മൃതിതടങ്ങൾ തഴുകിയെത്തുന്ന കാൽപ്പനിക സൗന്ദര്യത്തിന്റെ പേരാണ് ONV. മധുരവും ശോകവിധുരവും ആഗ്നേയവും ദാർശനികവുമായ എത്രയെത്ര കവിതകൾ, ഗാനങ്ങൾ, ഭാവഗീതങ്ങൾ 6 ദശാബ്ദത്തിലധികം നീണ്ടുനിന്ന അനശ്വരമായ കാവ്യ സബരിയിലൂടെ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉജ്ജ്വല നിമിഷവും സൃഷ്ടിയുടെ സർഗവേദനയും ചിതയിൽ നിന്നുള്ള തിരിച്ചുവരവും ONVയുടെ സർഗാത്മകതയിൽ അന്തർലീനമായിരുന്നു. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മാനവികതയുടെയും കവിതകളാലും ഗാനങ്ങളാലും മലയാളി മനസ്സിനെ ഇത്രത്തോളം കാലം തപിപ്പിക്കുകയും കുളിർപ്പിക്കുകയും ചെയ്ത മറ്റൊരു കവി നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. സംഘർഷഭരിതവും സങ്കീർണവുമായ ആധുനിക ജീവിതത്തിലെ ശബ്ദജാലങ്ങൾക്കിടയിലൂടെ സ്നേഹജ്വരമുള്ള പക്ഷിയുടെ പാട്ടുപോലെ നാടകങ്ങളിലൂടെ, സിനിമകളിലൂടെ, റേഡിയോയിലൂടെ, സാധാരണക്കാരായ മനുഷ്യരുടെ ചുണ്ടുകളിലൂടെ ONVയുടെ കവിതകളും ഗാനങ്ങളും കാലത്തിലൂടെ പ്രവഹിച്ച് ഇന്നും നാം കേൾക്കുന്നു. ഇന്നലകളിൽ നിന്നും പ്രവഹിച്ചവ സമകാലിക ജീവിതത്തിന്റെ ഭാഗമായിത്തീരുന്നു. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നും, വെറുതെ മോഹിക്കുവാൻ മോഹം എന്നും, മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നുവെന്നും ഒക്കെയുള്ള നിരവധി വരികൾ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ഗൃഹാതുരത്വത്തിന്റെയും ഒക്കെ നിമിഷങ്ങളിൽ മലയാളിയുടെ മനസ്സിൽ ഗസലുകൾ പോലെ പൂത്തുനിൽക്കുന്നു. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിനോട് ചേർന്ന് കിടക്കുന്നതുമായ ചവറയിൽ കഷായത്തിന്റെയും തൈലത്തിന്റെയും ഗന്ധം പരക്കുന്ന വീട്ടിലാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയായ ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് ജനിച്ചത്. അച്ഛൻ ON കൃഷ്ണക്കുറുപ്പ് സർവാദരണീയനായ വൈദ്യനായിരുന്നു. അച്ഛൻ തന്നെയാണ് ONVയെ ആദ്യകാലത്ത് സംസ്കൃതവും മലയാളവും അഭ്യസിപ്പിച്ചത്. കലാസ്വാദകനും സംഗീതഭ്രാന്തനും കഥകളി പ്രേമിയുമായിരുന്ന അച്ഛൻ മകന് ഒരു ഹാർമോണിയം വാങ്ങിക്കൊടുത്ത് അവന്റെ 8ാം വയസ്സിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുവെങ്കിലും പൈതൃകമായി ലഭിച്ച സംസ്കൃതവും സംഗീതവാസനയും താളബോധവും ONV എന്നും ആത്മാവിൽ സൂക്ഷിച്ചു, സ്വയം വളർത്തിയെടുത്തു. 40കളിൽ യുവതലമുറയിൽ കത്തിനിന്ന വിപ്ലവ രാഷ്ട്രീയത്തിലേക്കും അച്ഛന്റെ വൈദ്യത്തിലേക്കും പോകാതെ കവിതയുടെ വേറിട്ട വഴിയാണ് ആ യുവാവ് തിരഞ്ഞെടുത്തത്. മുന്നേറ്റം എന്ന കവിത ആദ്യം പ്രകാശിതമായി 1953 KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലൂടെ അദ്ദേഹത്തിന്റെ പാട്ട് ആദ്യമായി രംഗവേദിയിലെത്തി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ചുവന്ന ആകാശച്ചെരുവിൽ പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നവരുടെ കാവ്യബിംബം ONVയുടെ മനസ്സിൽ തെളിഞ്ഞത് ചുവന്ന സന്ധ്യാനേരത്തെ അഷ്ടമുടിക്കായലിലൂടെയുള്ള ഒരു ഏകാന്ത ബോട്ട് യാത്രക്കിടയിലാണ്. KPSCയിൽ തുടങ്ങിയ ONV ദേവരാജൻ ടീമിന്റെ ജൈത്രയാത്ര പൊന്നരിവാളമ്പിളിയിൽ തുടങ്ങി പതിറ്റാണ്ടുകളിലൂടെ ജനഹൃദയങ്ങളിലൂടെ സഞ്ചരിച്ച് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആത്മാവിനെ സ്പർശിക്കുന്ന ചലച്ചിത്രഗാനം വരെ നീണ്ടുനിന്നു. കേരളീയ കാവ്യ സംസ്കൃതിയുടെ പ്രതീകമാണ് ONV കവിതകൾ. നാടൻ പാട്ടുകളുടെയും നാടൻ ശീലുകളുടെയും കൃഷിപ്പാട്ടുകളുടെയും വായ്മൊഴികളുടെയും സമഗ്ര സൗന്ദര്യം ONVയുടെ കവിതകളിൽ അനുഭവവേദ്യമാകുന്നു. പ്രാന്തവൽക്കരിക്കപ്പെട്ടവരും നിസ്വരും ദുഃഖിതരുമായ മനുഷ്യരുടെ ചിന്നിച്ചിതറിയ ജീവിതങ്ങൾ പൊട്ടിയ വളക്കഷണങ്ങൾ പോലെ ONV പെറുക്കിക്കൂട്ടുന്നു. ഏതീരടി ചൊല്ലി നിർത്തണമെന്നറിയാതെ ഞാൻ എന്തിനോ കാതോർത്തു നിൽക്കവേ നിശബ്ദരാക്കപ്പെടുന്ന മനുഷ്യർ തൻ ശബ്ദങ്ങൾ എങ്ങു നിന്നൊക്കെയോ കേൾക്കുന്നു. നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദമായിരുന്നു ONVയുടെ കവിതകൾ. എനിക്ക് വിശ്രമമില്ലെന്നും കവിതയിലൂടെ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും പാടിയ കവിയുടെ കവിതകൾ ഫിനിക്സ് പക്ഷിയെപ്പോലെ കാലത്തിന്റെ അരക്കില്ലം കത്തിച്ചേർന്ന കരിമണ്ണിൽ നിന്ന് ഇന്നും പതിറ്റാണ്ടു കഴിഞ്ഞിട്ടും പറന്നുയരുകയാണ്. വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്ന താന്യമര ചുവട്ടിൽ അടുത്തുള്ള ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ ഒഴുകി വരുന്ന ഗന്ധമാസ്വദിച്ച് നാളെയെ സ്വപ്നം കണ്ട് വിശന്ന വയറോടെ
കിടക്കുന്ന കുടുംബങ്ങളെ പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ കവി കാട്ടിത്തന്നിരുന്നു. സങ്കടം ചൊല്ലാൻ ആരുമില്ലാതിരിക്കുന്ന കറുത്ത പക്ഷിയുടെ മൗനവിഷാദവും, വഴിവെക്കിൽ വലിച്ചെറിയപ്പെട്ട വൃദ്ധരുടെ നീറുന്ന മൗനവും, കയ്യിലെ ചോറ്റുപാത്രം നടറോഡിൽ വീണ എല്ലാം നിലത്ത് വീണുപോയ കുട്ടിയുടെ കൊച്ചു ദുഃഖവും നാം അറിഞ്ഞു. രാത്രിയുടെ ഏകാന്തയാമത്തിൽ വിരിയുന്ന നിശാഗന്ധിയെ, കണ്ടുകാണാതെ നിലാവിൽ ഇഴയുന്ന നിഴൽ പാമ്പുകളെ കാട്ടിത്തരുന്ന ONV. എണ്ണ പറ്റിയ വിളക്കിലെ നാളം കണ്ണു ചിമ്മുമ്പോൾ പുസ്തകത്താളിൽ ചത്തുകിടക്കുന്ന ചെറുപൂച്ചികൾ പോലെയുള്ള അക്ഷരങ്ങളെ നോക്കി നാളത്തെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉണ്ണിയുടെ വേദന കവിതയാകുന്നു. തൊണ്ടുചീയിക്കും തോട്ടിൻ വക്കത്തെ ചാപ്പയ്ക്കുള്ളിൽ കണക്കെഴുതിയിരിക്കുന്ന ഗുരുവിൻ്റെ ദയനീയ ചിത്രം കണ്ട്, ഗുരോ മരിച്ചത് അങ്ങോ ഞാനോ എന്ന് ഒടുവിൽ ശിഷ്യൻ ചോദിക്കുന്നു. മണ്ണുമാന്തികൾ തിന്നു തീർക്കുന്ന തൻ്റെ ഗ്രാമത്തിൻ്റെ ദാരുണ ദൃശ്യം കാട്ടിത്തരുന്നു. വെറുതെ മറച്ചുവെച്ച നിഗൂഢ രാഗത്തിനെക്കുറിച്ചും മരണത്തിൽ പോലും ഒരുമിച്ചാകാൻ കൊതിക്കുന്നവരെക്കുറിച്ചും പാടുന്നു. ONVയേക്കാൾ ഏറെ പ്രായമുള്ള മഹാകവി വൈലോപ്പിള്ളി അദ്ദേഹത്തിന് ജ്യേഷ്ഠതുല്യനായ പ്രിയപ്പെട്ട കവിയായിരുന്നു. ONV കവിതയിലെ മാനുഷികതയാണ് വൈലോപ്പിള്ളിയെ സ്പർശിച്ചത്. മനുഷ്യന്റെ കണ്ണിലാണ് താൻ സൗന്ദര്യം കാണുന്നതെന്നും കണ്ണിനേക്കാൾ മനോഹരമാണ് മനുഷ്യ ഹൃദയമെന്നും ONVയുടെ നിശാഗന്ധി നീയത്ര ധന്യ എന്ന കവിത ഉദാത്ത കാവ്യബിംബങ്ങളാൽ ഉത്കൃഷ്ട കാവ്യരചനയാണെന്നും വൈലോപ്പിള്ളി നിരീക്ഷിച്ചു. വൈലോപ്പിള്ളി 1974 ONVയെക്കുറിച്ചെഴുതിയ അക്ഷരം എന്ന പഠനം അദ്ദേഹം തൻ്റെ കൊച്ചനുജന് നൽകുന്ന ആത്മചുംബനമാണ്. എന്നാൽ അതിന് വർഷങ്ങൾക്ക് മുമ്പേ ONV കുറുപ്പെന്ന യുവകവിയിലെ പ്രതിഭാജ്വാല കണ്ടെത്തിയത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ONV യൗവനത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഏതാണ്ടൊരു ആയുസ്സിൻ്റെ ജോലി ചെയ്തു തീർത്തിരിപ്പാണ് അദ്ദേഹം എന്നാണ് മാറ്റുവിൻ ചട്ടങ്ങളെ ദാഹിക്കുന്ന പാനപാത്രം എന്ന പ്രൗഢഗംഭീരമായ അവതാരികയിൽ മുണ്ടശ്ശേരി ആശാന്റെയും വള്ളത്തോളിൻ്റെയും പിൻഗാമിയായി ആ യുവകവിയെ അവതരിപ്പിച്ചത്. ചങ്ങമ്പുഴയുടെ കാൽപ്പനിക ലാവണ്യവും വൈലോപ്പിള്ളിയുടെ ക്രാന്ത ദർശിത്വവും കൂടിച്ചേർന്ന കവിത്വമാണ് ONVയുടേതെന്ന് അഭിപ്രായപ്പെട്ട നിരൂപകരുണ്ട്. ONV മലയാളത്തിൻ്റെ ആചാര്യ കവിയും ഋഷികവിയുമാണെന്നും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ധാർമ്മികതയുടെയും പരിപാലകനാണെന്നും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽ പ്രമുഖനായ V. മധുസൂദൻ നായർ നിരീക്ഷിച്ചത് ശ്രദ്ധേയമാണ്. ഭൂമിക്കൊരു ചരമഗീതം ONVയുടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഉത്കൃഷ്ട കവിതയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ കുറിച്ച ഗീതം എന്നീ മരണമില്ലാത്ത വരികൾ ലോകമെങ്ങുമുള്ള പ്രകൃതി സ്നേഹികളുടെ ഹൃദയത്തിൽ കുറിച്ചിട്ടാണ് അദ്ദേഹം പോയത്. വെറുമൊരു പാരിസ്ഥിതിക കവിതയെന്നതിനപ്പുറം മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഉത്കണ്ഠകളും ആശങ്കകളും ഇതിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഉപ്പെന്ന ബിംബത്തിലൂടെ, നിന്നലെ ഉപ്പായിരിക്കുമേ മുത്തശ്ശി എന്ന ആത്മസ്പന്ദമുള്ള വരികളിലൂടെ ജന്മജന്മാന്തര ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക്, മനുഷ്യജന്മത്തിൻ്റെ ക്ഷണികതയിലേക്ക് കവി നമ്മുടെ മനസ്സിനെ ഭാവാർദ്രമാക്കുന്നു. ONV മരുഭൂമി, നീലക്കണ്ണുകൾ, ഉജ്ജയിനി, സ്വയംവരം, സ്നേഹിച്ചു തീരാത്തവർ, ദിനാന്തം എന്നീ ഖണ്ഡകാവ്യങ്ങളും എഴുതിയിട്ടുണ്ട്. മയിൽപ്പീലി, ഒരു തുള്ളി വെളിച്ചം, അഗ്നിശലഭങ്ങൾ, അക്ഷരം, കറുത്ത പക്ഷിയുടെ പാട്ട് തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ മലയാള വായനക്കാർ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വെച്ചു വായിക്കുന്നു. ഉജ്ജയിനി അധികാരവും എഴുത്തുകാരനും അല്ലെങ്കിൽ കലാകാരനും തമ്മിലുള്ള കലാന്തരങ്ങളായി നിലനിൽക്കുന്ന സംഘർഷങ്ങളെ അടിസ്ഥാനമാക്കി രചിച്ച എപ്പിക് മാനങ്ങളുള്ള കൃതിയാണ്. അധികാരത്തിൻ്റെ ഛത്രചാമരങ്ങളെ വണങ്ങി അതിൻ്റെ അജ്ഞാനുസാരിയായി നിൽക്കുവാൻ ഒരു യഥാർത്ഥ കലാകാരനാകുമോ എന്ന ഇന്നും പ്രസക്തമായ ചോദ്യമാണ് കാളിദാസ കൃതിയുടെ കാവ്യാഖ്യാനത്തിലൂടെ കവി ഉയർത്തുന്നത്. കാളിദാസന്റെ സത്യമന്വേഷിക്കുന്ന ഈ കൃതി സ്വന്തം മനസ്സിൻ്റെ ആത്മാവിഷ്കാരമാണെന്ന് ONV പറഞ്ഞു. ജീവിതത്തിൻ്റെ ഇടനാഴികളിൽ കണ്ട ഇത്തിരിപ്പൂവിനെപ്പറ്റിയും വാടക വീട്ടിലെ വനജ്യോത്സനയെക്കുറിച്ചും എഴുതിയ കവി കവിതയെ അധികാരത്തിൻ്റെ രാജരഥ്യകളിലൂടെ നയിക്കുന്ന കാവ്യമാണിത്. സ്വയംവരം ONV സമർപ്പിക്കുന്നത് ഭാരതീയ സ്ത്രീത്വത്തിനാണ്. പുകഴ്ത്തിക്കൊണ്ടെന്നും എല്ലാവരും വഞ്ചിക്കുന്ന സ്ത്രീത്വത്തിന്, സ്ത്രീ എന്ന ദുഃഖത്തെ മാത്രമല്ല രോഷത്തെയും തിരിച്ചറിഞ്ഞ വ്യാസനെ മനസ്സാ പ്രണമിച്ചുകൊണ്ടാണ് താൻ സ്വയംവരം എഴുതിയതെന്ന് ONV പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമില്ലാത്ത ശാരീരിക ബന്ധത്തിലേക്ക് പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥിതിയാൽ വലിച്ചെറിയുമ്പോഴുള്ള അവളുടെ മാനസികാവസ്ഥയെ കവി ഹൃദയമുരുകുന്ന ഭാഷയിൽ ആവിഷ്കരിക്കുന്നത് നോക്കുക.
ഏതോ മൃതശരീരം പട്ടുചുറ്റി വിഭൂതി കളഭങ്ങളും പൂശിയിട്ട് പൂമൂടി അന്ത്യസംസ്കാരത്തിനായി ഒരുക്കും പോലെ മിണ്ടാതെയല്ലോ ജഡം വഴങ്ങിയിടുന്നു. വ്യാസനിൽ നിന്ന് കൊളുത്തിയ തിരുനാളത്തെ കവി ഈ കാവ്യത്തിലൂടെ സാമൂഹിക അനീതികൾക്കെതിരായി ആളിപ്പടർത്തുന്നു. ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിരുകൾ ലംഘിച്ച് വിശ്വമാനവികതയെ പുൽകിയ കാവ്യപ്രതിഭയാണ് ONV. കവിത മനുഷ്യരാശിക്കാകെ നന്മയും ശാന്തിയും നേരുന്നൊരു പ്രാർത്ഥനയാവാം എന്ന് നിർവചിച്ച ONVയുടെ കാവ്യഭാഷയിൽ സർവലൗകികമായ ഒരു ഉൾത്താപമുണ്ട്. ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ സമരഗാഥയുടെ ആന്തരിക സംഗീതമുണ്ട്. കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിനു വേണ്ടി ഹൃദയം തകർന്നു പാടിയ നീഗ്രോ ഗായകൻ പോൾ റോബ്സനെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയ കവിതയാണ് കറുത്ത പക്ഷിയുടെ പാട്ട്. ഇതിൽ ലോകമെമ്പാടുമുള്ള പീഡിതരായ മനുഷ്യരുടെ യാതനകളുടെ കടലിരമ്പം കേൾക്കാം. വാൾട്ട് വിറ്റ്മാനും പുഷ്കിനും റിൽക്കയും ചഗൂറും കുമാരനാശാനുമൊക്കെ അദ്ദേഹം ആത്മാവിൽ ആരാധിച്ച മഹാപ്രതിഭകളായിരുന്നു. മൈക്കലാഞ്ചലോയുടെ മഹോന്നത കലാസൃഷ്ടിയായ ലാപ്പിയാത്തയുടെ നേർക്ക് ഒരു ചെറുപ്പക്കാരൻ ചുറ്റിയെ കൊണ്ട് നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള കാവ്യമാണ്. നിലാവിൻ്റെ ഗീതം പ്രശസ്ത സംഗീതശില്പിയായ ബീഥോവന്റെ സോങ് ഓഫ് ദ മൂൺലൈറ്റ് എന്ന രചനയുടെ പിന്നിലെ സാങ്കല്പിക അനുഭവം പ്രമേയമാക്കി രചിച്ച കാവ്യാനുഭവമാണ്. മാർക്സിനൊരു ഗീതം എന്ന കവിതയിൽ ONV ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻ വാക്കുറങ്ങാതിരിക്കുന്നു. ONVയുടെ ചലച്ചിത്ര ഗാനങ്ങളുടെ സവിശേഷത അവയുടെ സ്വതന്ത്രമായ തനതായ ആത്മഭാവമാണ്. ചലച്ചിത്ര ഗാനങ്ങൾക്ക് ഉപരിയായി അവ ഭാവഗീതങ്ങളോടോ ഗസലുകളോടോ തൊട്ടു നിൽക്കുന്നു. 1955 കാലം മാറുന്നു എന്ന ചിത്രത്തിനു വേണ്ടി ദേവരാജന്റെ സംഗീതത്തിലാണ് ONV ആദ്യമായി സിനിമാ ഗാനങ്ങൾ എഴുതിയത്. രാഘവൻ മാഷുമായും സലിൽ ചൗധരിയുമായും ബോംബെ രവിയുമായും രവീന്ദ്രൻ മാഷുമായും MB ശ്രീനിവാസനുമായും ബാബുരാജുമായും ONVക്ക് ആത്മബന്ധമുണ്ടായിരുന്നു. മാതളപ്പൂ പോലൊരു മാനസം എന്നാണ് ONV സലീൽദായെ വിശേഷിപ്പിച്ചത്. കാതിൽ തേൻമഴയായി എന്ന ഗാനം സലീൽദായുമായുള്ള അവസാനത്തെ യാത്രയായിരുന്നുവെന്നും ഒടുവിൽ കടലിരമ്പം പോലെയാണ് സലീൽദായുടെ മരണം കാതിൽ മുഴങ്ങിയതെന്നും ONV ഓർക്കുന്നു. ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥനാകയാൽ പിന്നെ കുറേ വർഷങ്ങൾ വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ എഴുതുകയോ ചെയ്തിരുന്നു. കവിതയിലൂടെ ജീവിതത്തിൻ്റെ അർത്ഥവും പൊരുളും അന്വേഷിച്ച കവിതയെ ജീവിതമാക്കിയ മഹാകവിയായിരുന്നു ONV. പത്മഭൂഷണും ജ്ഞാനപീഠവും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളും വയലാർ അവാർഡും സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും ഭാരതീയ ഭാഷാ പരിഷത്ത് പുരസ്കാരവും ഗാനരചനയ്ക്ക് 13 തവണ സംസ്ഥാന അവാർഡും 1989 ദേശീയ അവാർഡും ലഭിച്ചു. ലളിതവും ലാവണ്യാത്മകവും സ്പഷ്ടവുമായ ഭാഷയിൽ ഇളം തലമുറയോട് സംസാരിച്ച അതിൻ്റെ പ്രതിസ്പന്ദമറിഞ്ഞ ശ്രേഷ്ഠനായ ഗുരുനാഥനും വാക്കുകൾ ഛന്ദസ്സുകളാക്കിയ ഉൾക്കാഴ്ചയുള്ള പ്രഭാഷകനുമായിരുന്നു ONV. കരിമണ്ണിൻ്റെയും ഉപ്പുവെള്ളത്തിൻ്റെയും നാട്ടിൽ ജനിച്ച് ശുഭ്ര വസ്ത്രധാരിയായി ഒരു സാധാരണക്കാരനെ പോലെ നടന്നു നീങ്ങിയ ONV എന്ന മഹാപ്രതിഭയുടെ പാവന സ്മരണയ്ക്ക് മുൻപിൽ പ്രണമിക്കുന്നു. മാനവികത തിരയടിക്കുന്ന കാവ്യസാഗരം PS പ്രദീപ് നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.